നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഇലയുടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഇതിന്റെ മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് നല്ല ഫൈൻ ആയിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പത്തിരിപ്പൊടി എന്ന് പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഏകദേശം 2.5 കപ്പ് വെള്ളം ഞാനിവിടെ തിളപ്പിച്ചെടുത്തിരുന്നു. അതിൽ 2 കപ്പോളം വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചായി ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഒരു കുഴഞ്ഞ രീതിക്കുള്ള കൂട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇത് തയ്യാറാക്കാൻ എനിക്ക് 2 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. ഇതുപോലെ തയ്യാറാക്കിയെടുത്തതിന് ശേഷം ഈ ഒരു കൂട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങ ഈ ഒരു നെയ്യിൽ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുമ്പോൾ ഫില്ലിങ്ങിൻ്റെ രുചി നല്ലപോലെ തന്നെ കൂടും. തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മാത്രം മതി, കളറൊന്നും മാറണ്ട. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശർക്കരയിൽ അഴുക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേർന്ന് വന്ന് നല്ലപോലെ തന്നെ ആ ഒരു വെള്ളപ്പറ്റൊന്ന് മാറി കിട്ടണം. ആ ഒരു സമയം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് ഈ ഒരു പാകത്തിനാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഫില്ലിങ് റെഡിയാക്കിയ അത്രയും സമയമാണ് ഞാനിവിടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. കൂട്ടിൻ്റെ ചൂടൊക്കെ ഇപ്പം നല്ലപോലെ ആറി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ട് ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഇതുപോലെ എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇലയാണ്. ഇല ഒന്ന് നല്ലപോലെ തന്നെ കഴുകിയെടുത്ത് അതിലെ വെള്ളപ്പറ്റൊക്കെ നല്ലപോലെ മാറ്റിയതിന് ശേഷം ഇതുപോലെ കൂട്ടെടുത്ത് വെക്കാം. കൂട്ട് നമ്മൾ കൈനെ കൊണ്ട് തൊടുമ്പോൾ കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് കൈയൊന്ന് തൊടുക. എന്നിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് ഫില്ലിംഗ് നല്ലപോലെ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഭാഗം എടുത്ത് നല്ലപോലെ തന്നെ അമർത്തി വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവി കയറ്റി എടുക്കാം. അതിനായിട്ട് സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഇലകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇഡ്ഡലിത്തട്ടും കൂടെ വെച്ച് അതിൻ്റെ മുകളിലേക്കാണ് ഇലകൾ വെച്ച് കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ ഒന്നൊന്ന് ടച്ച് ചെയ്താണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ 15 മിനിറ്റ് കൊണ്ട് എല്ലാം നല്ലപോലെ തന്നെ വെന്ത് കിട്ടിക്കോളും. ഈ ഒരു രീതിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വാഴത്തണ്ട് വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്ക് നമ്മളുടെ ഇലയുടെ പാകത്തിന് റെഡിയായി കിട്ടും. ഇലയിലൊന്നും പറ്റിപ്പിടിക്കാതെ ഇതുപോലെ നീക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പാകം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ഇലയുടെ എല്ലാം തന്നെ 15 മിനിറ്റിൽ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു ഇലയുടെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയണേ.